രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഇത്തവണയും 7 ഘട്ടങ്ങളിലാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ വോട്ടെടുപ്പ് നടക്കുക. ഏപ്രിൽ 26-ന് രണ്ടാം ഘട്ടം ജനവിധി എഴുതുമെന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്നു. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടക്കുക. 7 ഘട്ടങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാം ഘട്ടം ഏപ്രിൽ 19-നാണ് ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം ഏപ്രിൽ 26-ന്. രണ്ടാം ഘട്ടത്തിലാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുക. മൂന്നാം ഘട്ടം മെയ് 7-ന്. നാലാം ഘട്ടം മെയ് 13, അഞ്ചാം ഘട്ടം മെയ് 20, ആറാം ഘട്ടം മെയ് 25, ജൂൺ 1-ന് ഏഴാം ഘട്ടം. ഈ 7 ഘട്ടങ്ങളും പൂർത്തിയായിക്കൊണ്ട് ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരികയും ചെയ്യും. ആദ്യ ഘട്ടം തുടങ്ങുന്നത് ഏപ്രിൽ 19-നാണ്. അങ്ങനെ 7 ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യ ഘട്ടം ഏപ്രിൽ 19-നാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ്. പിന്നീട് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 26-ന്. മൂന്നാം ഘട്ടം മെയ് 7-നാണ്. നാലാം ഘട്ടം മെയ് 13, അഞ്ചാം ഘട്ടം മെയ് 20, ആറാം ഘട്ടം മെയ് 25, ജൂൺ 1-ന് ഏഴാം ഘട്ടം. 7 ഘട്ടങ്ങളും പൂർത്തിയാക്കി ജൂൺ 4-ന് ജനവിധി അറിയാം. രാജ്യം ആരാണ് ഭരിക്കാൻ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ഏതായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിലാണ് കേരളം ജനവിധി എഴുതുക. ഏപ്രിൽ 26-നാണ് കേരളം ജനവിധി എഴുതാൻ വേണ്ടി പോകുന്നത്. ആകെ 7 ഘട്ടങ്ങൾ. അതിൽ ഏഴാം ഘട്ടം ജൂൺ 1-ന് പൂർത്തിയാകും. അങ്ങനെ 7 ഘട്ടങ്ങളും പൂർത്തിയായിക്കൊണ്ട് ജൂൺ 4-ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ നയിക്കാൻ പോകുന്നതെന്ന്. കേരളത്തിൽ ഏപ്രിൽ 26-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. അതായത് നമുക്ക് വിഷുവൊക്കെ കഴിഞ്ഞാണ് വോട്ടെടുപ്പ് വരാൻ വേണ്ടി പോകുന്നത്. ഇനിയും 1 മാസത്തിലധികം സമയമുണ്ട് കേരളത്തിനെ വോട്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം അല്പസമയം മുമ്പാണ് തുടങ്ങിയത്. ഏതായാലും കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് മാറ്റങ്ങളില്ല. 7 ഘട്ടങ്ങളായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. അതിന് കൂടുതൽ ആവേശകരമാകും. കാരണം തെരഞ്ഞെടുപ്പ് തീയതി വന്നതോടുകൂടി ഒന്നുകൂടി ആവേശകരമാകാൻ വേണ്ടി പോവുകയാണ്. 49.7 കോടി പുരുഷ വോട്ടർമാരാണ് ഇത്തവണ വിധി എഴുതാനായി പോകുന്നത്. ആകെ 97 കോടി വോട്ടർമാരാണ് ഇത്തവണ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുന്നത്. അതിൽ 47.1 കോടി എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരാണ്. ആ രീതിയിലാണ് വോട്ടർമാരുടെ കണക്കുകൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഏതായാലും 7 ഘട്ടങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് വലിയ വിശാലമായൊരു പ്രക്രിയ തന്നെയാണ്. നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോകവും ഏറ്റവും ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടിയായിരിക്കും ഇന്ത്യയുടേതെന്ന് ഉറപ്പാണ്. ഒരു സവിശേഷമായ സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുന്ന സാഹചര്യം. 97 കോടി വോട്ടർമാർ തീരുമാനിക്കും നമ്മുടെ രാജ്യം ആര് ഭരിക്കണമെന്ന് എന്നതടക്കമുള്ള ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ. അതിൽ ഏപ്രിൽ 26-ന് രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ കേരളം ജനവിധി എഴുതും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അങ്ങനെ 7 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് തീരുമാനമായിരിക്കുന്നു. വിഷ്ണു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, 7 രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ 26-ന് കേരളം ജനവിധി എഴുതും. മനു, തീർച്ചയായിട്ടും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസമെല്ലാം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായിട്ട്, അതായത് കഴിഞ്ഞ 2019-ന് സമാനമായിട്ട് 7 ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടം ഏപ്രിൽ 19-നാണ് ആദ്യഘട്ടം ആരംഭിക്കുക. ആദ്യഘട്ടം ഏപ്രിൽ 19-ന് തുടങ്ങുന്നു. രണ്ടാം ഘട്ടം ഏപ്രിൽ 26-ആണ് രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് മെയ് 7, നാലാം ഘട്ടം മെയ് 13, അഞ്ചാം ഘട്ടം മെയ് 20, ആറാം ഘട്ടം മെയ് 25, ഏഴാം ഘട്ടം ജൂൺ 1. ഈ 7 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ജൂൺ 4-നാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകുക. ഇത്തവണ ജൂൺ 4-ന് നമുക്കറിയാം രാജ്യം ആര് ഭരിക്കും എന്നുള്ളത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ തുടക്കം മുതൽ വിജ്ഞാപനം മാർച്ച് 20-നാണ് വരിക. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിനമെന്ന് പറയുന്നത് മാർച്ച് 27-ആണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം മാർച്ച് 28-ആണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റേത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നമ്മൾ മലയാളികൾ ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്ന ഘട്ടമെന്ന് പറയുന്നത്. രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുക. കേരളം രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏപ്രിൽ 26 എന്നതാണ് കേരളം ഇത്തവണ വിധി എഴുതാൻ പോകുന്ന തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. കേരളത്തിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം മാർച്ച് 28-നാണ് പുറത്തുവരിക. അതോടൊപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസമെന്ന് പറയുന്നത്
ഏപ്രിൽ 4 ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം ഏപ്രിൽ 8. അതിനുശേഷം ഏപ്രിൽ 26 കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും. കേരളത്തിനൊപ്പം തന്നെ വിധി എഴുതുന്ന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ്. കേരളത്തിന് ഒപ്പം വിധി എഴുതുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ ആകെ 10 സംസ്ഥാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ജനവിധിയിലേക്ക് പോകുക. കേരളത്തിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഒറ്റഘട്ടമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്തവണയും നടക്കുക. കഴിഞ്ഞ തവണ ഏപ്രിൽ 23 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ അത് 3ാം ഘട്ടമായിരുന്നു. എന്നാൽ ഇത്തവണ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക 2ാം ഘട്ടത്തിലാണ്. അത് ഏപ്രിൽ 24 ആദ്യഘട്ടം, അതായത് 19 നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 10 സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടും കവർ ചെയ്യും എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. മറ്റ് 2ാം ഘട്ടത്തിൽ ഒരു സംസ്ഥാനം മാത്രമായിരിക്കും പൂർണ്ണമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുക.